നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബി.ജെ.പി. ക്യാമ്പിന് ആശ്വാസം പകർന്നുകൊണ്ട് നെടുമങ്ങാട് കോടതി കൗൺസിലർ ആർ സുഗതന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം നഗരസഭ കൗൺസിലിൻ്റെ ഒരു പ്രത്യേക അപേക്ഷയാണ് നെടുമങ്ങാട് കോടതി പരിഗണിച്ചത്. ആർ സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഈ 20 കൗൺസിലർമാരും ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് ഒന്നുകൂടി സത്യപ്രതിജ്ഞ ചെയ്യണം എന്നായിരുന്നു ഹൈക്കോടതി വിധി. ആ വിധി മാനിച്ചുകൊണ്ട് 19 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഈ 20 കൗൺസിലർമാരിൽ ഒരാൾ സുഗതനാണ്. അതുകൊണ്ട് തന്നെ സുഗതൻ ജയിലിലായതുകൊണ്ട് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 4 ആഴ്ചയാണ് ഹൈക്കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 ആഴ്ചയ്ക്കകം സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ നെടുമങ്ങാട് കോടതിയിൽ നൽകിയത്. സുഗതനെ സംബന്ധിച്ചിടത്തോളം 11 കേസുകൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലും 1 കേസ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലുമുണ്ട്. അങ്ങനെ 12 കേസുകളാണ് മൊത്തം സുഗതൻ്റെ പേരിലുള്ളത്. ഇതിൽ 2 കേസുകൾക്കാണ് ജാമ്യം ലഭിക്കേണ്ടത്. ഈ കേസുകളിലാണ് നെടുമങ്ങാട് കോടതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഇപ്പോൾ ഒരു ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ആ ജാമ്യാപേക്ഷയിലാണ് ഇത്തരത്തിൽ 1 ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഇളവ് നൽകണം, സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ് നെടുമങ്ങാട് കോടതിയിലെത്തിയത്. ആ അപേക്ഷയിന്മേലാണ് നെടുമങ്ങാട് കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ജൂലൈ 13 വൈകുന്നേരം 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് ഈ ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഇപ്പോൾ അങ്ങനെ നെടുമങ്ങാട് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കേസുകളിലാണ് അത്തരമൊരു ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സുഗതൻ്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് കോടതി തള്ളിയിരുന്നതാണ്. അതായത് ഈ കാപ്പ ചുമത്തപ്പെട്ട കേസിൽ നെടുമങ്ങാട് കോടതിക്ക് ജാമ്യം നൽകാനുള്ള അനുമതിയില്ല, അധികാരമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേരത്തെ സുഗതൻ്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് കോടതി തള്ളിയത്. അതിനുശേഷം കോർപ്പറേഷൻ്റെ അപേക്ഷയിന്മേലാണ് ഇപ്പോൾ നെടുമങ്ങാട് കോടതി ഇത്തരത്തിൽ ഇടക്കാല ജാമ്യം സുഗതന് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ നെടുമങ്ങാട് കോടതി 2 കേസുകളിലും ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും ഹൈക്കോടതി അനുമതിയോടുകൂടി മാത്രമേ, അല്ലെങ്കിൽ ഹൈക്കോടതി പറഞ്ഞാൽ മാത്രമേ സുഗതന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ, ജയിൽ മോചിതനാകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം സുഗതന് കാപ്പ ചുമത്തപ്പെട്ടിരിക്കുകയാണ്, കാപ്പ ചുമത്തപ്പെട്ട വ്യക്തിയാണ് സുഗതൻ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ വേണമെങ്കിൽ കാപ്പ ഉപദേശക സമിതിയുടെ ഇളവാണ് നൽകേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു അനുമതിക്കായി സുഗതൻ നേരത്തെ കാപ്പ ഉപദേശക സമിതിയെ സമീപിക്കുകയും പ്രതികൂലമായ വിധി ഉണ്ടാവുകയും ചെയ്തു. അതായത് സത്യപ്രതിജ്ഞ ചെയ്യാനല്ല, എന്തിനായാലും കാപ്പ അടിസ്ഥാനത്തിലുള്ള ഈ കരുതൽ തടങ്കലിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല, 6 മാസം കരുതൽ തടങ്കലിൽ തുടരണം എന്നാണ് കാപ്പ ഉപദേശക സമിതി വിധിച്ചത്. ഇനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇളവ് വേണമെങ്കിൽ അത് ഹൈക്കോടതി തന്നെ തീരുമാനിക്കേണ്ടതാണ്. നെടുമങ്ങാട് കോടതിയിൽ ഇടക്കാല ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിൽ, അതായത് ഈ 13 മുതലാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. 13-നുള്ളിൽ തന്നെ സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ ഇടക്കാല ജാമ്യം അനുസരിച്ച് പുറത്തിറങ്ങാനുള്ള അനുമതി വേണമെന്ന അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യണം. ആ അപേക്ഷ അതിനു മുമ്പ് തന്നെ ഹൈക്കോടതി പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ചാൽ അനുകൂലമായ വിധി സമ്പാദിച്ചാൽ മാത്രമേ ഈ കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള സുഗതന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിയമവിദഗ്ധർ ഇക്കാര്യത്തിൽ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 കേസുകളിൽ കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സുഗതന് ഹൈക്കോടതിയിൽ ജാമ്യം ലഭിക്കുക എളുപ്പമാവില്ല. പക്ഷേ ഇപ്പോൾ ഇടക്കാല ജാമ്യം ഹൈക്കോടതി നെടുമങ്ങാട് കോടതി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇടക്കാല ജാമ്യപ്രകാരം കരുതൽ തടങ്കലിൽ നിന്ന് പുറത്തു വന്ന് സത്യപ്രതിജ്ഞ നടത്തി തിരിച്ചു പോകാനുള്ള അനുമതി ഒരുപക്ഷെ ഹൈക്കോടതി നൽകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിയമവിദഗ്ധർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ സുഗതൻ ഇന്നോ നാളെയോ ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്ന സൂചനയുണ്ട്. നെടുമങ്ങാട് കോടതി നൽകിയ ഒരു ഇടക്കാല ജാമ്യം അനുസരിച്ച് കാപ്പ കേസിൽ പ്രതിയായിരിക്കുന്ന തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനായി, പുനർസത്യപ്രതിജ്ഞ ചെയ്യാനായി അനുവദിക്കണമെന്നായിരിക്കും സുഗതൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുക. ഹൈക്കോടതി അത് നൽകാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. കാരണം ഹൈക്കോടതി തന്നെയാണ് പുനഃസത്യപ്രതിജ്ഞയ്ക്കായിട്ടുള്ള ഉത്തരവ് മറ്റൊരു ഹർജിയിന്മേൽ നൽകിയത്. അതുകൊണ്ട് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഇളവുകൾ നൽകാനുള്ള സാധ്യതയുണ്ട്. ജൂലൈ 13 മുതൽ 14 വരെ, ജൂലൈ 14 രാത്രി 9 മണി വരെ ഒരുപക്ഷെ ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചാൽ മാത്രമേ ഈ ജാമ്യാപേക്ഷയിൻ പ്രകാരം സുഗതന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്.
അതിവേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് BJP. ഇന്നോ നാളെയോ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത. അത്തരത്തിലുള്ള നീക്കങ്ങളുമായി BJP മുന്നോട്ട് പോവുകയാണ്. കാരണം വളരെ പ്രധാനമാണ് സുഗതൻ്റെ ഈ സത്യപ്രതിജ്ഞ. രണ്ട് കാര്യങ്ങൾ സുഗതനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമക്കുരുക്കിലേക്ക് പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഈ സത്യപ്രതിജ്ഞ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20 കോർപ്പറേഷൻ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ആ റദ്ദാക്കിയതിൽ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയിൽ ഒരാൾ ഈ പറഞ്ഞ സുഗതനാണ്. അതുകൊണ്ട് തന്നെ 19 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തു. സുഗതന് അത് സാധിച്ചിട്ടില്ല. കാരണം സുഗതൻ ജയിലിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ സത്യപ്രതിജ്ഞ 4 ആഴ്ചയ്ക്കുള്ളിൽ ചെയ്യണം എന്ന കോടതി വിധി പാലിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ കാര്യങ്ങൾ നിയമക്കുരുക്കിലേക്ക് പോകുമെന്നത് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത്തേത് കോർപ്പറേഷൻ കൗൺസിലറാണ് സുഗതൻ. 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എങ്കിൽ തീർച്ചയായും അയോഗ്യത ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സുഗതൻ പോകാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കഴിഞ്ഞ കോർപ്പറേഷൻ കൗൺസിലിൽ പങ്കെടുത്തിരുന്നില്ല സുഗതൻ. അതിന് തൊട്ട് മുന്നേയുള്ള കോർപ്പറേഷൻ കൗൺസിലിൽ സുഗതൻ പങ്കെടുത്തിരുന്നു. ഇനി 2 കോർപ്പറേഷൻ കൗൺസിൽ കൂടി അവശേഷിക്കുകയാണ്. അടുത്ത കൗൺസിൽ സുഗതനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ആ കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ 2 കാര്യങ്ങളാൽ സുഗതൻ്റെ ജാമ്യാപേക്ഷ സുഗതനെ സംബന്ധിച്ചിടത്തോളവും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് 51 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് BJPക്ക് കോർപ്പറേഷൻ കൗൺസിലിലുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട കൃത്യം 51 അംഗങ്ങൾ. ഇതിൽ ഒരു സ്വതന്ത്ര അംഗം കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 50 BJP അംഗങ്ങൾ. ഇതിൽ ഒരാൾ സുഗതൻ കുറയുക എന്ന് പറഞ്ഞാൽ അത് BJPയെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോർപ്പറേഷൻ ഭരണം BJP പിടിക്കുന്നത്. ആ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ആ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് സുഗതൻ പോകുന്നതോടുകൂടി അല്ലെങ്കിൽ സുഗതന് ഏതെങ്കിലും തരത്തിലുള്ള അയോഗ്യത ഉണ്ടായാൽ BJP സമ്മർദ്ദത്തിലാവുക. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് വലിയൊരു രാഷ്ട്രീയ മാനം ഈ കേസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഗൗരവത്തോടു കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ സുഗതനെ ഹാജരാക്കിയിരുന്നു. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് നെടുമങ്ങാട് കോടതിയിൽ പ്രൊഡക്ഷൻ വാറണ്ടും അതുപോലെ തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകി പോലീസ് ഹാജരാക്കിയത്. ആ ഹാജരാക്കിയ സമയത്ത് തന്നെ നാടകീയമായ രംഗങ്ങൾ നെടുമങ്ങാട് കോടതിയിൽ അരങ്ങേറിയതാണ്. കോടതി സുഗതനോട് ക്ഷീണമുണ്ടോ എന്ന് ചോദിക്കുന്നു. ക്ഷീണമുണ്ട് എന്ന് സുഗതൻ മറുപടി നൽകുന്നു. അതുകൊണ്ട് കോടതി വൈദ്യപരിശോധനയ്ക്ക് നിർദ്ദേശം നൽകുന്നു. ഈ വൈദ്യപരിശോധനയ്ക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് സുഗതനെ കൊണ്ടുവന്ന പോലീസ് സേനാംഗങ്ങളാണ് പിന്തുടരേണ്ടത്. പക്ഷേ വട്ടിയൂർക്കാവ് SHO ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുഗതനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി. ഇത് കോടതിയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. കസ്റ്റഡിയിൽ നൽകാതെ തന്നെ എങ്ങനെയാണ് SHOയ്ക്ക് സുഗതനെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത് എന്ന ചോദ്യം കോടതി ഉന്നയിച്ചു. കോടതി CIയിൽ നിന്നും അതുപോലെ തന്നെ SIയിൽ നിന്നുമൊക്കെ വിശദീകരണം ആരാഞ്ഞു. ഇത് അതീവ ഗൗരവമുള്ള കേസാണെന്നും കേസിൻ്റെ ഗൗരവം പരിഗണിച്ച് വേണം ഇതിൽ ഇടപെടാനുമെന്നും പോലീസിന് നിർദ്ദേശം നൽകുന്നു അന്ന് കോടതി. അതിനുശേഷം 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ കസ്റ്റഡി അപേക്ഷ നൽകിയില്ല. മാത്രമല്ല ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. അന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഈ തെളിവ് ശേഖരണം നടത്തി അതിനുശേഷം തിരികെ കോടതിയിൽ ഹാജരാക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയത്. പോലീസ് കസ്റ്റഡിയിൽ അതായത് ഈ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന സമയത്ത് വട്ടിയൂർക്കാവ് SHO തന്നെ മാനസികമായി ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന ഒരു വാദം കൂടി, അങ്ങനെ ഒരു പരാതി കൂടി കോടതിക്ക് മുന്നിൽ സുഗതൻ പറഞ്ഞതോടുകൂടിയാണ് സുഗതൻ്റെ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ സുഗതൻ അനുകൂലമായി കാര്യങ്ങൾ നീങ്ങിയത്. പക്ഷേ ഇത്തവണ വീണ്ടും കോടതിയെ നെടുമങ്ങാട് കോടതിയെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സമീപിക്കുകയായിരുന്നു സുഗതൻ ചെയ്തത്. പക്ഷേ ജാമ്യം നിഷേധിച്ചു. കാരണം അധികാരപരിധി അത് ഹൈക്കോടതിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കുകയാണ്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വാദം അത് നെടുമങ്ങാട് കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഹൈക്കോടതിയും ഈ ഒരു ജാമ്യാപേക്ഷ അല്ലെങ്കിൽ നഗരസഭയുടെ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുന്നത്. അങ്ങനെയാണ് എങ്കിൽ 13-നുള്ളിൽ ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിക്കണം. അതുകൊണ്ട് തന്നെ അതിവേഗതയിൽ സുഗതന് വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് BJP.